നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് അഭയം ലഭിക്കുന്നവർക്ക് സ്ഥിര താമസത്തിന് അപേക്ഷിക്കുവാനായി ഇനി 20 വർഷം കാത്തിരിക്കേണ്ടി വരുന്നത് ഉൾപ്പെടെയുള്ള വൻ പ്രഖ്യാപനങ്ങൾ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ചെറിയ ബോട്ടുകൾ വഴിയെത്തുന്ന അനധികൃത അഭയാർത്ഥികളുടെയും മറ്റ് അഭയാർത്ഥികളുടെയും അപേക്ഷകൾ കുറയ്ക്കുവാനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ വലിയ നിയമപരിഷ്കരണം കൊണ്ടുവരുന്നത്. പുതിയ നിയമപ്രകാരം അഭയം ലഭിക്കുന്നവർക്ക് ഇനി താൽക്കാലിക താമസാനുമതി മാത്രമാവും ലഭിക്കുക. അവരുടെ അഭയാർത്ഥി പദവി നിശ്ചിത ഇടവേളകളിൽ പുനഃപരിശോധിക്കുകയും ചെയ്യും. കൂടാതെ അവരുടെ സ്വദേശ രാജ്യങ്ങൾ സുരക്ഷിതമാണെന്ന് വിലയിരുത്തുന്ന പക്ഷം അവർക്ക് മാതൃരാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ടതായും വരും. ഇപ്പോൾ നിലവിലുള്ള നയപ്രകാരം അഭയാർത്ഥി പദവി 5 വർഷത്തേക്കാണ് ലഭിക്കുക. അതിനുശേഷം സ്ഥിര താമസത്തിന് അനുമതിക്ക് അപേക്ഷിക്കാം. പക്ഷേ പുതിയ നിയമപ്രകാരം ഈ ആദ്യ കാലയളവ് 5 വർഷത്തിൽ നിന്ന് 2.5 വർഷമായി ചുരുക്കും. തുടർന്ന് അഭയാർത്ഥി പദവി നിരന്തരം പരിശോധിക്കും. അനധികൃത കുടിയേറ്റം നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണ്. അതിനെ പരിഹരിക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഷബാന മഹ്മൂദ് പറഞ്ഞു. ഇത് പരിഹരിക്കാത്ത പക്ഷം നമ്മുടെ രാജ്യം ഇനിയും കൂടുതൽ വിഭജിക്കപ്പെടുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം മുഹമ്മദിന്റെ ഈ പുതിയ സമീപനത്തിനോട് ചില ലേബർ എംപിമാർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ക്ലൗഡിയ കൊടുങ്കാറ്റിനെ തുടർന്ന് ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ മൌണ്ട് മൌത്തിന്റെ വലിയ ഭാഗം വെള്ളത്തിനടിയിലായി. വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ചിലരെ സമീപത്തെ ലൈബ്രറിയിലേക്കാണ് മാറ്റിയത്. മണ്ടു നദി കരകവിഞ്ഞൊഴുകിയതാണ് വെള്ളപ്പൊക്കത്തിന് കാരണം. മൌണ്ട് മൌത്ത് ഷെയർ കൌണ്ടി കൌൺസിൽ ഈ പ്രദേശത്ത് വാഹനയാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സൌത്ത് ഈസ്റ്റ് വെയിൽസിൽ ഇപ്പോഴും 4 സിവിയർ ഫ്ലഡ് വാർണിംഗ് നിലവിൽ നിൽക്കുകയാണ്. കടുത്ത വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നതിനാൽ അഗ്നിശമന സേന മേജർ ഇൻസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതിനിടെ UK തണുത്ത കാലാവസ്ഥയിലേക്ക് കടക്കുന്നതിനാൽ ഈ ആഴ്ച മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം പോർച്ചുഗലിൽ ശക്തമായ കാറ്റിൽ 85 വയസ്സുള്ള ബ്രിട്ടീഷ് വനിത മരിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. സ്റ്റോം ക്ലൌഡിയ ഗുരുതരമായി ബാധിച്ച പ്രദേശത്ത് ഒരു ക്യാമ്പ് സൈറ്റിലാണ് സംഭവമുണ്ടായത്. സ്പാനിഷ് കാലാവസ്ഥാ ഏജൻസി പേരിട്ട സ്റ്റോം ക്ലൌഡിയ ഇതിനോടകം തന്നെ സ്പെയിനിലും പോർച്ചുഗലിലും കനത്ത മഴയും ശക്തമായ കാറ്റും വീശിയടിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഉൾപ്പെടെ ട്രെയിൻ സർവീസുകൾ ശനിയാഴ്ചയും തടസ്സപ്പെട്ടു. ഇന്നും ചില റൂട്ടുകളിൽ വൈകി ഓടുകയും റദ്ദാക്കലുകളും ഉണ്ടാകുമെന്ന് നാഷണൽ റെയിൽവേ അറിയിച്ചു. സൌത്ത് വെയിൽസിൽ 17 വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരു കൌമാരക്കാരനെതിരെ കൊലപാതക കുറ്റം ചുമത്തി. 18-കാരനായ കാമറൂൺ ചെങ്ങിനെതിരെയാണ് കൊലപാതക ശ്രമം, മൂർച്ചയുള്ള ആയുധം കൈവശം വെക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ളത്. കാഫിലിലെ ന്യൂബ്രിഡ്ജിൽ നിന്നുള്ള കൌമാരക്കാരനെ തിങ്കളാഴ്ച ന്യൂപോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവമുണ്ടായത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് ഫയർമാൻ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള പോലീസ് സേഫ് ആൻഡ് ഫോറസ്റ്റിൽ വീറ്റ്ലി പ്ലേസിൽ എത്തിയിരുന്നു. ഇതിൽ ലെയ്ൻലി വില്യംസ് എന്ന പേരുള്ള പെൺകുട്ടിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. 38 വയസ്സുള്ള മറ്റൊരു സ്ത്രീയെ പോലീസ് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. വിപുലമായ അന്വേഷണം നടക്കുകയാണെന്നും പൊതുജനങ്ങൾ പ്രത്യേകിച്ച് ഓൺലൈനിൽ നടത്തുന്ന അഭിപ്രായങ്ങൾ ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ അത് അന്വേഷണത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും അസിസ്റ്റന്റ് ചീഫ് കോൺസ്റ്റബിൾ വിക്കി ടൌൺസെൻഡ് വ്യക്തമാക്കി. കയാക്കിംഗ് നടത്തുന്നതിനിടെ 20 വയസ്സുള്ള യുവതി മരണപ്പെട്ടു. ബെർനാൻ കാസിലിലെ ടീസ് നദിയിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. കോസ്റ്റ് ഗാർഡും വെയർഡെയിൽ സെർച്ച് മൌണ്ടൻ റെസ്ക്യൂ ടീമും ചേർന്ന് നടത്തിയ തിരച്ചിൽ ഫലം കണ്ടെത്താനായില്ല. തിരച്ചിൽ നടത്തി ഏകദേശം 2 മണിക്കൂറിന് ശേഷം യുവതിയുടെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. ഗ്ലാസ്ഗോ സിറ്റി സെന്ററിലെ 6 നിലകളുള്ള ഒരു വാണിജ്യ കെട്ടിടത്തിൽ തീപിടുത്തം. വെസ്റ്റ് നൈൽ സ്ട്രീറ്റിലെ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് തീപിടുത്തം ഉണ്ടായത്. തുടർന്ന് വെസ്റ്റ് നൈൽ സ്ട്രീറ്റ് ഭാഗികമായി അടച്ചിട്ടു. സ്കോട്ടിഷ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എത്തിയാണ് തീയണച്ചത്. ഏറെ നേരത്തെ ശ്രമകരമായ പ്രയത്നത്തെ തുടർന്നാണ് തീയണയ്ക്കുവാൻ സാധിച്ചത്. ഈ കെട്ടിടത്തിൽ നിന്നുള്ള ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ചിരുന്നു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭക്തിയുടെയും പാരമ്പര്യത്തിന്റെയും സംഗീത സമന്വയത്തിൽ ഒരുക്കിയ പുതിയ അയ്യപ്പ ഭക്തിഗാനം ശരണം വിളിയുടെ നാദം പുറത്തിറങ്ങി. യുകെയിലെ UK അലിയൻസ് ആണ് ഗാനം പുറത്തിറക്കിയത്. ഭക്തിയുടെയും ആത്മീയതയുടെയും ആഴം പകർന്നു നൽകുന്ന ഈ ഗാനം അയ്യപ്പന്റെ ശരണം വിളിയുടെ ദിവ്യത്വം സംഗീതത്തിലൂടെ അവതരിപ്പിക്കുന്നു. ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് അഭിലാഷ് സുരേഷനാണ്.
ദൃശ്യാവിഷ്കാരം ഒരുക്കിയത് കണ്ണൻ പ്രഭാകരനും അഭിലാഷ് സുരേഷും ചേർന്നാണ്. വീഡിയോയുടെ നിർമ്മാണം നിർവഹിച്ചത് ജാൻ വാരീസ് എന്റർടൈൻമെന്റ് ആണ്. ഗാനത്തിന്റെ നിർമ്മാണത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയെന്നതാണ് ഈ ഗാനത്തിന്റെ പ്രധാന സവിശേഷത. അയ്യപ്പ ഭക്തരുടെ ആത്മീയ യാത്രയുടെ സ്പന്ദനമായി ഭക്തിഗാനവും ആധുനിക ദൃശ്യ സാങ്കേതികയും ചേർന്നൊരുക്കിയ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. UK അലിയൻസ് എന്ന യൂട്യൂബ് ചാനൽ വഴി പ്രേക്ഷകർക്ക് ഈ അയ്യപ്പ ഭക്തിഗാനം കാണാവുന്നതാണ്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട 6 സംസ്ഥാനങ്ങളിൽ NIA-യുടെ നിർണായക പരിശോധന. ദില്ലി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളാണ് പരിശോധന. ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലുള്ള ഭീകരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് NIA പരിശോധന. ഹരിയാനയിൽ നിന്ന് പിടിയിലായ ഡോക്ടറുടെ ഫോണിൽ സംശയാസ്പദമായ നമ്പറുകൾ കണ്ടെത്തിയിരുന്നു. ഹരിയാനയിലെ നൂഹിൽ നിന്നും അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരിൽ ഒരാളുടെ ഫോണിൽ നിന്നാണ് സംശയാസ്പദമായ നമ്പറുകൾ കണ്ടെത്തിയത്. ഇതിലടക്കം വിശദമായ അന്വേഷണമാണ് NIA നടത്തുന്നത്. കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചിൽ മനം നൊന്ത് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി BJP പ്രവർത്തകനല്ലെന്ന നേതൃത്വം. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും ഉണ്ടായിട്ടില്ലെന്നും ഒരു കാലത്തും പ്രവർത്തകനല്ലായിരുന്നുവെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് പറഞ്ഞു. ആനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ ആരോപിച്ച് BJP പ്രവർത്തകൻ ആനന്ദ് തിരുമല ജീവനൊടുക്കിയ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് ശശി തരൂർ MP. കുടുംബത്തിനുണ്ടായത് വലിയ നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങളെ പല പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം വേണം. ശബരിനാഥ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്നും ശശി തരൂർ പറഞ്ഞു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.